all, welcome back to Teachers World. Teachers World again, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. Okay, here I am going to take a new chapter from your 8th standard English book. Its name is The Merchant of Venice. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പോകുന്നത് The Merchant of Venice എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. And it is written by William Shakespeare. He was an English poet, playwright and actor, widely regarded as the greatest writer in the English language as the world's preeminent dramatist. വില്യം ഷേക്സ്പിയറെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്നറിയാം. അദ്ദേഹം വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്, ഒരു ഡ്രാമാറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരുപാട് വർക്ക്സുകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്സിൽ ഒന്നാണ് ദ മെർച്ചൻ്റ് ഓഫ് വെനസ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഇന്ന് സ്റ്റോറി ആയിട്ട് പഠിക്കാനുള്ളത്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദ ചാപ്റ്റർ. ഓക്കെ, ലെറ്റ് us റീഡ് ദ സ്റ്റോറി. ദ മെർച്ചൻ്റ് ഓഫ് വെനസ്. വെനസിലെ വ്യാപാരി. ആന്റോണിയോ വാസ് എ യങ് ആൻഡ് ഓണസ്റ്റ് മെർച്ചൻ്റ് ഇൻ ദ ടൗൺ ഓഫ് വെനസ്. വെനസ് നഗരത്തിലെ വളരെ സത്യസന്ധനായ ഒരു യങ് ആയിട്ടുള്ള വ്യാപാരിയായിരുന്നു ആന്റോണിയോ. ഹി വാസ് ദ കൈൻഡസ്റ്റ് മാൻ എവർ ലീവ്ഡ്. അദ്ദേഹം അതീവ ദയാലുവായിരുന്നു. ഹി ഓൾവേസ് കെയിം ടു ദ ഹെൽപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ട്രബിൾ. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ആന്റോണിയോ എപ്പോഴും എത്തിയിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഗ്രേറ്റ്ലി ലവ്ഡ് ബൈ ഓൾ ഹിസ് ഫെലോ സിറ്റിസൺസ്. ആ നഗരത്തിലെ പൗരന്മാരെല്ലാം, ഹിയർ സിറ്റിസൺസ് മീൻസ് പൗരന്മാർ, അവരെല്ലാം അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആന്റോണിയോ ഹാഡ് എ ബോസം ഫ്രണ്ട് ബസാനിയോ. ആന്റോണിയോയ്ക്ക് ഒരു ആത്മസുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബസാനിയോ എന്നാണ്. ഹിയർ ബോസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആത്മസുഹൃത്ത്. ഹി വാസ് എ നോബിൾ വെനീഷ്യൻ. അദ്ദേഹം വളരെ കുലീനനായിട്ടുള്ള ഒരു വെനീഷ്യക്കാരനായിരുന്നു. ഹി വാസ് നോട്ട് വെരി റിച്ച്. എന്നാൽ അദ്ദേഹം അത്ര തന്നെ വലിയ പണക്കാരനൊന്നും ആയിരുന്നില്ല. ഹി ഹാഡ് ലീവ്ഡ് എ ലക്ഷറിയസ് ലൈഫ് ആൻഡ് സ്ക്വാൻറ്റേഡ് ഓൾ ദ ലിറ്റിൽ മണി ഹി ഹാഡ്. എന്നാൽ ആഡംബരപൂർണമായ ജീവിതം നയിച്ച് ഉണ്ടായിരുന്ന കുറച്ച് പണം അയാൾ ദൂർത്തടിച്ച് കളഞ്ഞിരുന്നു. അദ്ദേഹം അത്ര തന്നെ പണക്കാരനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ദൂർത്തടിയിൽ അദ്ദേഹം ഒരുപാട് പണം കളഞ്ഞിട്ടുണ്ടായിരുന്നു. വെനെവർ ഹി വാണ്ടഡ് മണി ആന്റോണിയോ ഹെൽപ്ഡ് ഹിം. എപ്പോഴൊക്കെ അയാൾക്ക് ക്യാഷ് വേണോ അപ്പോഴൊക്കെ ആന്റോണിയോ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു. ഇറ്റ് സീംഡ് ദേ ഹാഡ് ബട്ട് വൺ ഹാർട്ട് ആൻഡ് വൺ പേഴ്സ് ബിറ്റ്വീൻ ദം. എന്നാൽ അവർക്കിടയിൽ ഒരു ഹാർട്ടും ഒരു പേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നി. ബസാനിയോ ലവ്ഡ് എ ഗേൾ നെയ്മഡ് പോർഷ്യ, എ വെരി വെൽത്തി ലേഡി ലിവിംഗ് ഇൻ ബെൽമോണ്ട്. ബെൽമോണ്ടിൽ ജീവിച്ചിരുന്ന വളരെ ധനികയായ പോർഷ്യ എന്ന പെൺകുട്ടിയെ ബസാനിയോ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഹർ ഫാദർ ഡൈഡ് സം ടൈം എഗോ ആൻഡ് ഷീ വാസ് ദ ഓൺലി ഹെയറസ് ടു എ ലാർജ് എസ്റ്റേറ്റ്. എന്നാൽ അവളുടെ അച്ഛൻ കുറച്ചു കാലം മുമ്പ് മരിച്ചു പോവുകയും അയാളുടെ ആ വമ്പിച്ച സ്വത്തിൻ്റെ മുഴുവൻ അവകാശി അവളാവുകയും ചെയ്തു. പോർഷ്യ ടു ലവ്ഡ് ബസാനിയോ. പോർഷ്യ ബസാനിയോയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നൗ ഹി തോട്ട് ഓഫ് ഇംപ്രൂവിംഗ് ഹിസ് ഫോർച്യൂൺ ബൈ മാരിങ് ഹർ. പോർഷ്യയെ വിവാഹം കഴിച്ച് തൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്താമെന്ന് ബസാനിയോ വിചാരിച്ചു. വൺ ഡേ ബസാനിയോ കെയിം ടു ആന്റോണിയോ ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ഹിസ് ലവ് ഫോർ പോർഷ്യ ആൻഡ് ദാറ്റ് ഹി മസ്റ്റ് ഗോ വെരി സൂൺ ടു ബെൽമോണ്ട് ആസ് എ സ്യൂട്ടർ ടു പോർഷ്യ. ഒരു ദിവസം ബസാനിയോ ആന്റോണിയോയുടെ അടുത്ത് വന്ന് തനിക്ക് പോർഷ്യയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. തനിക്ക് ഉടൻ തന്നെ പോർഷ്യയുടെ സ്യൂട്ടറായി ബെൽമോണ്ടിലേക്ക് പോയേ തീരൂ എന്നും ബസാനിയോ പറഞ്ഞു. But he did not have any money even to dress himself suitably as the lover of so rich and heiress. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ധനികയായിട്ടുള്ള ഒരു അവകാശിയുടെ കാമുകന് ചേരും വിധം ധരിക്കാനുള്ള വസ്ത്രം വാങ്ങാൻ പോലും അയാളുടെ കയ്യിൽ പണമില്ലായിരുന്നു. സോ ഹി ആസ്ക്ഡ് ആന്റോണിയോ ടു ഹെൽപ്പ് ഹിം. അതുകൊണ്ട് തന്നെ സഹായിക്കണമെന്ന് ആന്റോണിയോയോട് അദ്ദേഹം പറഞ്ഞു. ബസാനിയോ വാണ്ടഡ് ഹിസ് ഫ്രണ്ട് to lend him 3,000 ducats. അതുകൊണ്ട് തന്നെ 3,000 ducats ബസാനിയോ തൻ്റെ ഫ്രണ്ടിനോട് ആവശ്യപ്പെട്ടു. ഹിയർ മക്കളെ, ഡക്കറ്റ് മീൻസ് എ ഗോൾഡ് കോയിൻ, ഫോർമർലി കറന്റ് ഇൻ മോസ്റ്റ് യൂറോപ്യൻ കൺട്രീസ്. ഇവിടെ ഡക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾഡ് കോയിനാണ്. മുൻകാലത്ത് മിക്ക യൂറോപ്യൻ കൺട്രീസിലും പ്രചാരത്തിലിരുന്ന ഒരു സ്വർണ്ണ നാണയമാണ് ഡക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. But it so happened that Antonio had spent all his money on his ships and so had no money with him. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആന്റോണിയോ തൻ്റെ പണം മുഴുവൻ കപ്പലിൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നു. But he expected some of his ships to come home soon laden with merchandise. പക്ഷേ തൻ്റെ ചില കപ്പലുകൾ ചരക്കുമായി ഉടൻ എത്തുമെന്ന് അയാൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. Hence, he decided to borrow the amount from Shylock, who was a money lender. അതുകൊണ്ട് തന്നെ
പണം കടം കൊടുക്കുന്ന ഷൈലക്കിനോട് കടം വാങ്ങാമെന്ന് ആന്റോണിയോ തീരുമാനിച്ചു. ഷൈലോക്ക് ഹാഡ് ബിക്കം വെരി റിച്ച് ബൈ ലെൻഡിങ് മണി അറ്റ് എ വെരി ഹൈ ഇൻട്രസ്റ്റ് ടു മെർച്ചൻറ്റ്സ്. അവിടെയുള്ള മെർച്ചൻറ്റ്സിന് ഉയർന്ന പലിശയ്ക്ക് പണം കടം കൊടുത്ത് വലിയ ധനികനായ ആളായിരുന്നു ഷൈലോക്ക്. ഹി വാസ് എ ഹാർഡ് ഹാർട്ടഡ് മാൻ ആൻഡ് വാസ് വെരി സിവിയർ വിത്ത് ഹിസ് കസ്റ്റമേഴ്സ്. അദ്ദേഹം വളരെ കഠിന ഹൃദയനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് വളരെ ക്രൂരമായി പെരുമാറുന്നവനുമായിരുന്നു. സോ ഹി വാസ് മച്ച് ഡിസ്ലൈക്ഡ് ബൈ ഓൾ ഗുഡ് മാൻ. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യരാരും അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആന്റോണിയോ ഓൾസോ ഡിസ്ലൈക്ഡ് ഷൈലോക്ക് ഫോർ ബീയിങ് സോ ആംബിഷ്യസ് ആൻഡ് ഗ്രീഡി ഫോർ മണി. അത്യാഗ്രഹിയും അതുപോലെ തന്നെ പണക്കൊതിയനുമായിരുന്ന അയാളെ ആന്റോണിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹി യൂസ്ഡ് ടു ലെൻഡ് മണി ടു ദ നീഡി പീപ്പിൾ വിതൗട്ട് ടേക്കിംഗ് എനി ഇൻട്രസ്റ്റ്. എന്നാൽ അത്യാവശ്യക്കാർക്ക് പലിശ വാങ്ങാതെ ആന്റോണിയോ പണം കടം കൊടുത്തിരുന്നു. Therefore, there was a great enmity between the greedy Shylock and Antonio. അതുകൊണ്ട് തന്നെ അത്യാർത്ഥിക്കാരനായ ഷൈലോക്കും ആന്റോണിയും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു. ആന്റോണിയോ ആൻഡ് ബസാനിയോ വെന്റ് ടു ഷൈലക്. ആന്റോണിയും ബസാനിയും കൂടെ ഷൈലക്കിൻ്റെ അടുത്തേക്ക് പോയി. ആന്റോണിയോ ആസ്ക്ഡ് ദ Jew to lend him 3,000 ducats at any interest. എത്ര പലിശയായാലും വേണ്ടില്ല, തനിക്ക് 3,000 ducats കടം തരണമെന്ന് ആന്റോണിയോ ഷൈലോക്കിനോട് പറഞ്ഞു. He would pay it back as soon as his ships returned from the sea. കടലിൽ നിന്നും കപ്പലുകൾ തിരികെ വന്നയുടൻ ആ തുക കൊടുത്തോളാമെന്നും അദ്ദേഹം പറഞ്ഞു. ഷൈലക് തോട്ട് ഡീപ്ലി. ഷൈലക് വളരെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ഗാഢമായിട്ട് ചിന്തിച്ചു. He took this as a golden opportunity to take revenge on the Venetian who had insulted him many times. എന്നാൽ തന്നെ പലതവണ അപമാനിച്ച ആന്റോണിയോട് പകരം വീട്ടാനുള്ള അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ടാണ് അയാൾ അതിനെ കണ്ടത്. യെസ്, ഐ വിൽ ലെൻഡ് യു ദ മണി ആൻഡ് ഐ വിൽ ടേക്ക് നോ ഇൻട്രസ്റ്റ് സെഡ് ദ ഗ്രീഡി മണി ലെൻഡർ. ശരി, ഞാൻ നിങ്ങൾക്ക് പലിശയൊന്നും വാങ്ങാതെ പണം കടം തരാം, ആ ഗ്രീഡി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാഗ്രഹിയായിട്ടുള്ള ഷൈലക് പറഞ്ഞു. ആന്റോണിയോ വാസ് സർപ്രൈസ്ഡ് അറ്റ് ദിസ് കൈൻഡ് ഓഫർ. എന്നാൽ ദയാപൂർണമായിട്ടുള്ള ഈ ഓഫർ ആന്റോണിയെ വളരെ അത്ഭുതപ്പെടുത്തി. ഷൈലക് സ്റ്റിൽ പ്രിറ്റൻഡഡ് ടു ബി ജനറസ്. അപ്പോഴും ഷൈലക് വളരെ ഉദാരമനസ്കനായിട്ട് നടിച്ചു. ഹിയർ ജനറസ് മീൻസ് ഉദാരമനസ്കൻ. He again said he would lend him the 3,000 ducats and take no interest for his money if repaid in time. പറയുന്ന സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കുമെങ്കിൽ പലിശയൊന്നും വാങ്ങാതെ ആ 3,000 ducats കടം കൊടുക്കാമെന്ന് അയാൾ വീണ്ടും പറഞ്ഞു. His only condition was that Antonio should go with him to a lawyer and sign a bond in Marisport stating that if he did not repay the money in time, he would forfeit a pound of flesh to be cut off from any part of his body. പണം സമയത്ത് തിരികെ കൊടുക്കാതിരുന്നാൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നെങ്കിലും ഒരു പൗണ്ട് ഫ്ലഷ്, ഹിയർ ഫ്ലഷ് മീൻസ് മാംസം, അത് മുറിച്ചെടുക്കാൻ സമ്മതമാണെന്ന് ഒരു കരാർ ഒരു വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ ആന്റോണിയോ ഒപ്പിട്ട് കൊടുക്കണമെന്ന ഐക്യവ്യവസ്ഥയെ അയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. നോ, ക്രൈഡ് ബസാനിയോ, യു ഷാൾ റൺ നോ സച്ച് റിസ്ക് ഫോർ മീ. വേണ്ട, ബസാനിയോ ഉച്ചത്തിൽ പറഞ്ഞു, എനിക്ക് വേണ്ടി ഇത്ര വലിയ അപകടത്തിൽ നിങ്ങൾ ചെന്ന് ചാടരുത്. But Antonio insisted that he would sign it, for he was sure that his ships would return with money before the day of payment. എന്നാൽ കപ്പലുകൾ പണവുമായി പറഞ്ഞ ദിവസത്തിന് മുമ്പ് തന്നെ എത്തുമെന്നുള്ള വിശ്വാസം ആന്റോണിയോയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കരാറിൽ ഒപ്പിടുമെന്നതിൽ ആന്റോണിയോ ഉറച്ചു നിന്നു. Antonio signed the bond and got the money, which he handed over to Bassanio, who immediately set off to Belmont with a splendid train to possess Portia as his partner of life. ആന്റോണിയോ ബോണ്ട് സൈൻ ചെയ്ത് പണം വാങ്ങി ബസാനിയോയുടെ കയ്യിൽ കൊടുത്തു. ബസാനിയോ ഉടൻ തന്നെ പകിട്ടേറിയ വേഷഭൂഷാദികളും പരിവാരങ്ങളുമായി പോർഷ്യയെ തൻ്റെ ജീവിത പങ്കാളിയായി നേടുവാൻ പുറപ്പെട്ടു. When Bassanio arrived in Belmont, ബസാനിയോ ബെൽമണ്ടിലെത്തിയപ്പോൾ Portia was very much worried whether he might be successful in the challenge raised by her father before his death in order to save his daughter from fortune hunters. പോർഷ്യ വളരെ വറീഡായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഫോർച്യൂൺ ഹണ്ടേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഭാഗ്യാന്വേഷികളിൽ നിന്നും അവളെ രക്ഷിക്കാൻ അദ്ദേഹം ഒരു പന്തയം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ പന്തയത്തിൽ ബസാനിയോ വിജയിക്കുമോ എന്നതിനെക്കുറിച്ചോർത്ത് പോർഷ്യ വളരെ ദുഃഖിതയായി. മക്കളെ, ഇവിടെ ഫോർച്യൂൺ ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ പ്രഭുക്കന്മാർ അവരുടെ മക്കളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തിരുന്നത് ചില കോമ്പറ്റീഷൻസ് വെച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ ചില പന്തയങ്ങൾ വെച്ചിട്ടായിരുന്നു. അതിൽ വിജയിക്കുന്നത് ആരാണോ അവർക്ക് അയാളുടെ മകളെ വിവാഹം കഴിക്കാനും അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാനും പറ്റുമായിരുന്നു. എന്നാൽ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അങ്ങനെ പണക്കാർക്ക് മാത്രമല്ല, പാവപ്പെട്ടവനക്കും ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മത്സരാർത്ഥികൾ
ഈ ഒരു മത്സരം പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ആ വരുന്ന ആളുകളെയാണ് ഫോർച്യൂൺ ഹണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു പോർഷ്യയുടെ ഫാദറും പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോർഷ്യയ്ക്ക് വല്ലാണ്ട് ഒരു ടെൻഷൻ ആവാനും കാരണം ഈ ഒരു കോമ്പറ്റീഷനിൽ ആരാണോ വിജയിക്കുന്നത് ആ ആൾക്ക് മാത്രമേ പോർഷ്യ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയുള്ളൂ എന്ന് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹി ഹാഡ് അറേഞ്ച്ഡ് 3 caskets, ഗോൾഡ്, സിൽവർ ആൻഡ് ലെഡൻ ഫോർ ഹർ suitors ടു ട്രൈ. അദ്ദേഹം സ്വർണം, വെള്ളി, ഈയം ഇവ കൊണ്ട് 3 ചെപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വരുന്ന വിവാഹാർത്ഥികളെ അല്ലെങ്കിൽ സ്വീറ്റേഴ്സിനെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. The person who chose the right casket in which her picture was deposited could win her. പോർഷ്യയുടെ പിക്ചർ വെച്ചിട്ടുള്ള ആ കാസ്കറ്റ് തിരഞ്ഞെടുക്കുന്നയാൾ മത്സരത്തിൽ വിജയിക്കും. ബസാനിയോ did not choose either the gold or the silver casket. ബസാനിയോ ഗോൾഡ് കാസ്കറ്റോ സിൽവർ കാസ്കറ്റോ തിരഞ്ഞെടുത്തില്ല. He said that things that glittered outside were often ugly inside. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പുറമേ തിളങ്ങുന്നവ പലപ്പോഴും അകമേ വൃത്തിഹീനമായിരിക്കുമെന്നാണ്. He then chose the leaden casket on which it was written, "Whoever chooses me must risk all that he has." ബസാനിയോ ലെഡൻ കാസ്കറ്റ് തെരഞ്ഞെടുത്തു. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്നെ തെരഞ്ഞെടുക്കുവാൻ അവനുള്ളതെല്ലാം അപകടപ്പെടുത്തേണ്ടി വരും. It was a moment of joy for everyone because there was the lovely picture of Portia in it. എന്നാൽ അതിനുള്ളിൽ പോർഷ്യയുടെ സുന്ദരമായിട്ടുള്ള പിക്ചർ ഉണ്ടായിരുന്നതിനാൽ എല്ലാവർക്കും അത് സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു. Thus Bassanio proved successful in his suit and Portia consented to marry him. അതുകൊണ്ട് തന്നെ ബസാനിയോ ആ കോമ്പറ്റീഷനിൽ വിജയിച്ചു എന്ന് തെളിയിക്കുകയും പോർഷ്യ അയാളെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. Before the marriage, Bassanio confessed to Portia that he was not very rich. എന്നാൽ താൻ വലിയ ധനവാനൊന്നുമല്ല എന്ന കാര്യം ബസാനിയോ വിവാഹത്തിന് മുമ്പ് തന്നെ പോർഷ്യയോട് ഏറ്റുപറഞ്ഞു. His high birth and noble ancestry was all that he could be proud of. ഉന്നത കുലത്തിലുള്ള ജനനവും വംശമഹിമയും മാത്രമേ ഇന്ന് അഭിമാന കാരണങ്ങളായിട്ടുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. Now, when her turn came, Portia prettily said that she was an unschooled girl. അപ്പോൾ താൻ വിദ്യാഭ്യാസമില്ലാത്തവളാണെന്ന് പോർഷ്യ അവളുടെ ഊഴം വന്നപ്പോൾ പറഞ്ഞു. She loved him for his good qualities. അവൾ ബസാനിയോയുടെ നല്ല ക്വാളിറ്റീസിനെയാണ് സ്നേഹിച്ചത്. She had enough riches. അവൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്. I gave them to you with this ring. Saying so, she presented a ring to Bassanio. അവ ഈ മോതിരത്തോടൊപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ഒരു മോതിരം ബസാനിയോക്ക് സമ്മാനിച്ചു. Then a messenger arrived there. അപ്പോൾ ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരു ദൂതൻ അവിടെ എത്തി. He was sent by Antonio. അയാളെ ആന്റോണിയോ അയച്ചതായിരുന്നു. He had brought a letter from Antonio containing a sad news. വളരെ ദുഃഖകരമായ വിവരമടങ്ങുന്ന ഒരു കത്ത് അയാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. When Bassanio read the letter, Portia found his face turn pale. കത്ത് വായിച്ചപ്പോൾ ബസാനിയോയുടെ മുഖം വിളറി വെളുക്കുന്നത് പോർഷ്യ കണ്ടു. She inquired what the sad news was. ദുഃഖവാർത്ത എന്താണെന്ന് അവൾ അന്വേഷിച്ചു. He replied, "Oh sweet Portia, here are the few of the most unpleasant words that have ever been written." അയാൾ റിപ്ലൈ പറഞ്ഞു, പ്രിയപ്പെട്ട പോർഷ്യ, ഇതുവരെ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ദുഃഖകരമായ കരാറിനെക്കുറിച്ചുമെല്ലാം അയാൾ അവളോട് പറഞ്ഞു. He then told all about Antonio and about her strange bond with Shylock to help him. പിന്നീട് അദ്ദേഹം ആന്റോണിയെക്കുറിച്ചും ഷൈലക്കിന്റെ ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള ബോണ്ടിനെ കുറിച്ചുമെല്ലാം പോർഷ്യയോട് പറഞ്ഞു. ബസാനിയോ റെഡ് ആന്റോണിയോസ് ലെറ്റർ. ബസാനിയോ ആന്റോണിയോയുടെ ലെറ്റർ വായിച്ചു. സ്വീറ്റ് ബസാനിയോ, മൈ ഷിപ്സ് ആർ ഓൾ ലോസ്റ്റ്. പ്രിയപ്പെട്ട ബസാനിയോ, എൻ്റെ കപ്പലുകളെല്ലാം നഷ്ടപ്പെട്ടു. മൈ ബോണ്ട് ടു ദ ജൂ ഇസ് ഫോർഫീറ്റഡ്. ജൂതനുമായി ഞാനുണ്ടാക്കിയ കരാർ തെറ്റിയിരിക്കുന്നു. ഇൻ പേയിങ് ഇറ്റ് ഐ ഷാൾ ലോസ് മൈ ലൈഫ്. അത് കൊടുക്കുന്നതിലൂടെ എനിക്ക് എൻ്റെ ജീവൻ നഷ്ടമാകും. ഐ വിഷ് ടു സീ യു അറ്റ് മൈ ഡെത്ത്. മരണസമയത്ത് എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് യുവർ പ്ലഷർ. എന്നാൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഓ മൈ ഡിയർ ലവ്, സെഡ് പോർഷ്യ. ഓ പ്രിയപ്പെട്ടവനെ, പോർഷ്യ പറഞ്ഞു. ബി ക്വിക്ക്, വേഗമാവട്ടെ. യു ഷാൾ ഹാവ് ഗോൾഡ് ടു പേ ദ മണി 20 times over ബിഫോർ ദിസ് കൈൻഡ് ഫ്രണ്ട് ആന്റോണിയോ ഷാൾ ലോസ് എ ഹയർ ബൈ മൈ ബസാനിയോസ് ഫോൾട്ട്. എൻ്റെ ബസാനിയോയുടെ കാരണം കൊണ്ട് ദയാലുവായ സുഹൃത്ത് ആന്റോണിയോയുടെ ഒരു തലമുടി പോലും നഷ്ടമാകുന്നതിന് മുമ്പ് കടം വാങ്ങിയതിൻ്റെ 20 ഇരട്ടി കൊടുക്കാൻ വേണ്ടത്ര സ്വർണം നിങ്ങൾക്കുണ്ടാകും, പോർഷ്യ പറഞ്ഞു. Portia then said she would be married to Bassanio before he set out in order to give him a legal right to her money. തൻ്റെ പണത്തിൻ്റെ നിയമാവകാശം ബസാനിയോയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി അയാൾ പുറപ്പെടുന്നതിന് മുൻപ് അയാളെ വിവാഹം കഴിക്കുമെന്നും അവൾ പറഞ്ഞു. The day of payment being passed, the cruel money lender would not accept the money which Bassanio offered him.
പണം തിരികെ കൊടുക്കാനുള്ള ദിവസം കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ ക്രൂരനായ ഷൈലക് ബസാനിയോയുടെ വാഗ്ദാനം ചെയ്ത പണം സ്വീകരിക്കുകയില്ല. ഹി ഇൻസിസ്റ്റഡ് അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് ആന്റോണിയോസ് ഫ്ലഷ്. ആന്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് ഒരു പൗണ്ട് ഫ്ലഷ് അല്ലെങ്കിൽ മാംസം വേണമെന്നതിൽ അയാൾ ഉറച്ചുനിന്നു. A day was fixed to try the strange case before the Duke of Venice, and Bassanio awaited in dreadful suspense the result of the trial. എന്നാൽ വെനീസിലെ ഡ്യൂക്കിന് മുൻപാകെ വിചിത്രമായ ഈ കേസ് വിചാരണ ചെയ്യാൻ ഒരു ദിവസം നിശ്ചയിക്കപ്പെട്ടു. ഭീതി നിറഞ്ഞ ആകാംക്ഷയോടെ വിചാരണയുടെ ഫലമറിയുവാൻ ബസാനിയോ കാത്തിരുന്നു. The day of the trial arrived. വിചാരണയുടെ ദിവസം വന്നു. Antonio did not ask for mercy because he knew well that Shylock was unlikely to grant him any mercy. എന്നാൽ ഷൈലക് ദയ കാണിക്കാൻ സാധ്യതയില്ലെന്ന് നന്നായി അറിയുന്നതിനാൽ ആന്റോണിയോ ദയയ്ക്ക് വേണ്ടി അയാളോട് യാചിച്ചില്ല. ഇൻ എ വേ ഹി വാസ് വില്ലിംഗ് ടു ആക്സെപ്റ്റ് പണിഷ്മെന്റ്. ഒരു പരിധിവരെ അയാൾ ശിക്ഷ സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നു. അറ്റ് ദ കോർട്ട് ദ ഡ്യൂക്ക് ഹിംസെൽഫ് പ്ലീഡഡ് വിത്ത് ഷൈലക് ടു ബി മേഴ്സിഫുൾ. അല്പം കരുണ കാണിക്കുവാൻ ഡ്യൂക്ക് തന്നെ ഷൈലക്കിനോട് അപേക്ഷിച്ചു. ഹി ബ്ലൻഡ്ലി റിഫ്യൂസ്ഡ്. എന്നാൽ അയാൾ അത് കണ്ണുമടച്ച് നിരസിച്ചു. ബസാനിയോ ഓഫേർഡ് ദ Jew twice the sum owed by Antonio. ആന്റോണിയോ വാങ്ങിയ കടത്തിന്റെ രണ്ടിരട്ടി ബസാനിയോ വാഗ്ദാനം ചെയ്തു. ബട്ട് ഹി റിപ്ലൈഡ് ദാറ്റ് ഹി വാണ്ടഡ് ജസ്റ്റിസ് ആൻഡ് സോ ഹി വുഡ് ആസ്ക് ഫോർ ഹിസ് പൗണ്ട് ഓഫ് ഫ്ലഷ് ഈവൻ ഇഫ് ഹി വാസ് ഓഫേർഡ് 6,000 ടൈംസ് ദ എമൗണ്ട്. എന്നാൽ താൻ നീതിയാണ് ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ എമൗണ്ടിന്റെ 6,000 ഇരട്ടി വാഗ്ദാനം ചെയ്താലും താൻ ഒരു പൗണ്ട് ഫ്ലഷ് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്നും അയാൾ മറുപടി പറഞ്ഞു. Duke asked Shylock how he could hope for mercy from God if he himself showed no mercy to his fellow beings. Shylock replied that he wanted no mercy if God grants him justice. സഹജീവികളോട് സ്വയം കരുണ കാണിക്കാതെ ദൈവത്തിൽ നിന്ന് എങ്ങനെ കരുണ കാണിക്കാൻ സാധിക്കും എന്ന ഡ്യൂക്കിന്റെ ചോദ്യത്തിന് ദൈവം നീതി അനുവദിച്ചാൽ താൻ കരുണ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ഷൈലക്കിന്റെ മറുപടി. So saying he began to sharpen the long knife. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ നീളമുള്ള കത്തി മൂർച്ച കൂട്ടാൻ തുടങ്ങി. പോഷ്യ, who had decided to come to Venice and to speak in Antonio's defense, reached there on the day of the trial with her friend Nerissa. വെനീസിലേക്ക് വരാനും ആന്റോണിയോയ്ക്ക് വേണ്ടി വാദിക്കാനും തീരുമാനിച്ചിരുന്ന പോഷ്യ അവളുടെ സുഹൃത്ത് നെരീസയോടൊപ്പം വിചാരണ ദിവസം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. They disguised themselves. അവർ വേഷം മാറിയിട്ടായിരുന്നു വന്നത്. Portia appeared in a lawyer's gown and Nerissa followed her as a clerk. പോഷ്യ വക്കീലിൻ്റെ കുപ്പായം ധരിച്ചും നെറീസ അവളുടെ ക്ലർക്കുമായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. The case was just going to be heard before the Duke. ഡ്യൂക്കിൻ്റെ മുമ്പിൽ വിചാരണ ആരംഭിക്കുകയായിരുന്നു. Portia entered the High Court of Justice and presented a letter from Valerio, who was a lawyer and relative of Portia. പോഷ്യ ഹൈക്കോർട്ടിൽ പ്രവേശിച്ച് വക്കീലും തൻ്റെ ഒരു ബന്ധുവുമായ ബലാരിയോയുടെ ഒരു കത്ത് ഹാജരാക്കി. In that letter, the learned counselor had written that the bearer of the letter, Balthasar, could be permitted to plead for Antonio as he was sick and unable to come by himself. തനിക്ക് സുഖമില്ലാത്തതുകൊണ്ടും നേരിട്ട് വരാൻ സാധിക്കാത്തതുകൊണ്ടും ആ കത്തുമായി വരുന്ന ബെൽത്തസറെ ആന്റോണിയോയ്ക്ക് വേണ്ടി വാദിക്കാൻ അനുവദിക്കപ്പെടണമെന്ന് കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബെൽത്തസർ എന്ന് പറയുന്നത് ഒരു പുതിയ ക്യാരക്ടർ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ പോഷ്യയെ അവളുടെ റിലേറ്റീവായിട്ടുള്ള ലോയർ വിളിക്കുന്ന നെയിമാണ് ബെൽത്തസർ എന്നുള്ളത്. The Duke granted this, wondering at the youthful appearance of the stranger, who was well disguised in her counselor's robes and large wig. വക്കീലിന്റെ വസ്ത്രങ്ങളും വലിയ തലപ്പാവും ധരിച്ച് നല്ലതുപോലെ വേഷം മാറിയിട്ടുണ്ടായിരുന്ന അവളുടെ യൗവനകാന്തിയിൽ അത്ഭുതപ്പെട്ട ഡ്യൂക്ക് കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അനുവദിച്ചു. And now began the important trial. പ്രധാന വിചാരണ തുടങ്ങി. Portia looked around and saw the merciless money lender. ചുറ്റും നോക്കിയ പോഷ്യ ക്രൂരനായ ഷൈലക്കിനെ കണ്ടു. She saw Bassanio too. അവൾ ബസാനിയോയും കണ്ടു. But he knew her not in her disguise. എന്നാൽ പ്രച്ഛന്നവേഷത്തിൽ അയാൾ അവളെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. She read the bond and turned towards Shylock and told him that he had the right to his pound of flesh. അവൾ കരാർ വായിച്ച ശേഷം ഷൈലക്കിന്റെ നേരെ തിരിഞ്ഞ് അയാൾക്ക് ഒരു പൗണ്ട് മാംസത്തിനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു. Hearing it, Shylock felt happy. ഇത് കേട്ടപ്പോൾ ഷൈലക്കിന് വളരെ സന്തോഷമായി. She then spoke eloquently of the noble quality of mercy. അപ്പോൾ പോഷ്യ ദയയുടെ മഹനീയ ഗുണങ്ങളെപ്പറ്റി വാചാലയായി സംസാരിച്ചു. It would have softened the hearts of all except that of Shylock. എന്നാൽ ഷൈലക്കിൻ്റെതൊഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം ഹൃദയത്തെ ആർദ്രമാക്കുന്നതായിരുന്നു അത്. She said that mercy dropped as the gentle rain from heaven upon the place beneath. അവൾ പറഞ്ഞു,
ദയ അല്ലെങ്കിൽ കാരുണ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയ ആർദ്രതയുടെ വർഷമാണെന്ന്. മെഴ്സി വാസ് എ ഡബിൾ ബ്ലെസ്സിങ്. 2 തരത്തിൽ അനുഗ്രഹപ്രദമാണിത്. ഇറ്റ് ബ്ലെസ്ഡ് ഹിം ദാറ്റ് ഗേവ് ആൻഡ് ഹിം ദാറ്റ് റിസീവ്ഡ് ഇറ്റ്. അത് നൽകുന്ന ആളിനെയും സ്വീകരിക്കുന്ന ആളിനെയും അനുഗ്രഹിക്കുന്നു. ഗ്രേറ്റ് കിങ്സ് ഹാവ് ഓൾവേസ് ഷോൺ മെഴ്സി. മഹാന്മാരായ രാജാക്കന്മാർ എപ്പോഴും കരുണ കാണിച്ചിട്ടുള്ളവരാണ്. ഇറ്റ് വാസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ് ഹിംസെൽഫ്. ദൈവം കരുണാമയനാണ്. ഇക്കാര്യങ്ങളെല്ലാം അവൾ ഷൈലോക്കിനോട് പറഞ്ഞു. ഷീ ആസ്ക്ഡ് ഷൈലോക്ക് ടു റിമെമ്പർ ദാറ്റ് ആസ് വി ഓൾ പ്രേഡ് ഫോർ മെഴ്സി ഫ്രം ഗോഡ് വി വർ ബൗണ്ട് ടു ബി മെഴ്സിഫുൾ ടു അവർ ഫെലോ ബീയിങ്സ്. ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ സഹജീവികളോട് കരുണ കാണിക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് അവൾ ഷൈലക്കിനോട് പറഞ്ഞു. ബട്ട് ഷൈലക് ഇൻസിസ്റ്റഡ് ഓൺ ഗെറ്റിംഗ് ദ പെനാൽറ്റി സ്റ്റേറ്റഡ് ഇൻ ദ ബോണ്ട്. പക്ഷേ കരാറിൽ പറഞ്ഞിരിക്കുന്ന പിഴ ലഭിക്കുന്നതിൽ തന്നെ ഷൈലക് ഉറച്ചു നിന്നു. ഈസ് ഹീ നോട്ട് ഏബിൾ ടു പേ ദ മണി ആസ്ക്ഡ് ദ യങ് ലോയർ ബെൽത്തസർ. അയാൾക്ക് പണം കൊടുക്കാൻ കഴിയില്ലേ? യുവ വക്കീൽ ബെൽത്തസർ ചോദിച്ചു. ബസാനിയോ then offered him the 3,000 ducats as many times over as he should desire. എന്നാൽ ബസാനിയോ 3,000 ഡക്കറ്റിന്റെ എത്ര ഇരട്ടിയാണോ അയാൾ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. Yet ഷൈലക് refused it. എന്നിട്ടും ഷൈലക് അത് നിരസിച്ചു. He still insisted upon having a pound of Antonio's flesh. എന്നാൽ ആന്റോണിയോയുടെ ആ ഒരു പൗണ്ട് ഫ്ലഷിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാംസത്തിന് വേണ്ടിയിട്ട് തന്നെ ഉറച്ചു നിന്നു. The young counselor now wanted Shylock to let her have a look at the bond once again. എന്നാൽ ഒരിക്കൽ കൂടി കരാർ നോക്കുവാൻ തന്നെ അനുവദിക്കണമെന്ന് യുവ വക്കീൽ ഷൈലോക്കിനോട് പറഞ്ഞു. When she had read it, she said, "This bond is forfeited, and by this the money lender lawfully claims a pound of flesh to be cut off by him nearest Antonio's heart." എന്നാൽ അവൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കരാർ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം പണം കടം കൊടുത്ത ആൾക്ക് ആന്റോണിയോയുടെ ഹൃദയത്തിന്റെ തൊട്ടടുത്ത് നിന്ന് ഒരു പൗണ്ട് ഫ്ലഷ് അവകാശപ്പെട്ടതാണ്. Then he said to Shylock, "Be merciful, take the money and bid me tear the bond." എന്നാൽ അതിനുശേഷം അയാൾ ഷൈലക്കിനോട് പറഞ്ഞു, അല്പം കരുണ കാണിക്കൂ, പണം എടുത്തുകൊണ്ട് ഉടമ്പടി കീറിക്കളയാൻ എന്നെ അനുവദിക്കൂ. But no mercy would the cruel Shylock show. പക്ഷേ ഷൈലക് അല്പം പോലും കരുണ കാണിക്കില്ല. He said, "By my soul I swear, no man can persuade me to change my mind." അയാൾ പറഞ്ഞു, ഞാൻ സത്യം പറയുന്നു, ഒരാൾക്കും എൻ്റെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ തീരുമാനം മാറ്റാൻ കഴിയില്ല. Now Antonio, said Balthasar, you must prepare your bosom for the knife. ശരി ആന്റോണിയോ, ബെൽത്തസർ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കത്തിക്കു വേണ്ടി തയ്യാറാക്കിക്കൊള്ളൂ. While Shylock was sharpening the long knife and feeling its sharp edge, Balthasar asked Antonio, "Have you got anything to say?" ഷൈലോക്ക് നീളമേറിയ കത്തി തേച്ച് അതിൻ്റെ മൂർച്ച പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബെൽത്തസർ ആന്റോണിയോയോട് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആന്റോണിയോ calmly said, "I have but little to say. I have prepared my mind to die." ആന്റോണിയോ ശാന്തനായി പറഞ്ഞു, എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ എൻ്റെ മനസ്സിനെ മരിക്കാൻ തയ്യാറാക്കി കഴിഞ്ഞു. Then he turned to Bassanio and said, "Give me your hand, Bassanio. Fare you well." അതിനുശേഷം അയാൾ ബസാനിയോയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, കൈ തരൂ ബസാനിയോ, നിനക്ക് എൻ്റെ യാത്രാമൊഴി, ഞാൻ നിന്നോട് യാത്ര പറയുകയാണ്. Grieve not that I have fallen into this misfortune for your sake. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ദുർഭാഗ്യത്തിൽ വീണതെന്നോർത്ത് നീ ദുഃഖിക്കരുത്. Tell my regards to your honorable wife and how I had loved you. എൻ്റെ സ്നേഹാന്വേഷണങ്ങളും ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതും നിന്റെ ബഹുമാന്യ ഭാര്യയോട് നീ പറയണം. In the deepest agony, Bassanio replied. അത്യധികം മനോവേദനയോടെ ബസാനിയോ പറഞ്ഞു, ആന്റോണിയോ, I am married to a wife who is as dear to me as life itself. ആന്റോണിയോ, ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. But life itself, my wife, and all the world are not considered by me above your life. പക്ഷേ ജീവിതം തന്നെയും എൻ്റെ ഭാര്യയും ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളും നിന്റെ സ്നേഹത്തേക്കാൾ ഉപരിയായി എനിക്ക് പരിഗണിക്കാനാവില്ല. എല്ലാത്തിനും വലുത് എനിക്ക് നീ തന്നെയാണ്. I am willing to lose all. എല്ലാം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. I would sacrifice everything to this devil here to save you. നിന്നെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം ഇവിടെ ഇരിക്കുന്ന ഈ പിശാചിന് ഞാൻ നൽകാം. ഷൈലക് now cried out impatiently, "We are wasting time. I pray pronounce the sentence." ഷൈലക് വളരെ ഇംപേഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ഷമയില്ലാതെ ഉറക്കെ വിളിച്ചു പറയാണ്, നാം സമയം പാഴാക്കുകയാണ്, വിധി പ്രസ്താവിക്കുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. Every heart was full of grief for Antonio. എല്ലാവരുടെയും ഹൃദയം ആന്റോണിയോടുള്ള ദുഃഖത്താൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. As the judgment was going to be announced, the young lawyer asked Shylock if there were balances to weigh the flesh.
വിധി പ്രസ്താവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആന്റോണിയോയുടെ ഫ്ലഷ് അല്ലെങ്കിൽ മാംസം തൂക്കി നോക്കാൻ ത്രാസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ആ യങ് ലോയർ ചോദിച്ചു. ഷൈലക് സെഡ് ദാറ്റ് ഹി ഹാഡ് ദം റെഡി. ത്രാസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഷൈലക് പറഞ്ഞു. The lawyer also asked him if he had called a doctor lest Antonio bleeds to death. ആന്റോണിയോ രക്തം വാർന്ന് മരിക്കാതിരിക്കാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടോ എന്ന് ലോയർ ചോദിച്ചു. ഷൈലക് said no and added that it was not written in the bond. എന്നാൽ ഷൈലക് പറഞ്ഞു, ഇല്ല, ഞാൻ അത് ബോണ്ടിൽ എഴുതിയിട്ടില്ല എന്നും അയാൾ കൂട്ടിച്ചേർത്തു. ബെൽത്തസർ റിപ്ലൈഡ്. അപ്പോൾ ബെൽത്തസർ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് സോ നെയിംഡ് ഇൻ ദ ബോണ്ട്, ബട്ട് വാട്ട് ഓഫ് ദാറ്റ്? അത് എഴുതിയിട്ടില്ലെങ്കിൽ എന്താ? ഇറ്റ് വാസ് ഗുഡ് ഇഫ് യു ഡിഡ് സോ മച്ച് ഫോർ ദ സേക്ക് ഓഫ് ചാരിറ്റി. ദയാലത്വത്തിനു വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ടു ദിസ് ഷൈലക് ആൻസേർഡ്, ഐ കാനോട്ട് ഫൈൻഡ് ഇറ്റ്, ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ ബോണ്ട്. എന്നാൽ ഇതിന് ഷൈലക് ഇങ്ങനെ മറുപടി പറഞ്ഞു, അതൊന്നും പറ്റില്ല, അത് കരാറിലില്ല. ദെൻ സെഡ് ബെൽത്തസർ, എ പൗണ്ട് ഓഫ് ആന്റോണിയോസ് ഫ്ലഷ് ഈസ് യുവേഴ്സ്. അപ്പോൾ ബെൽത്തസർ പറഞ്ഞു, ആന്റോണിയോയുടെ 1 പൗണ്ട് മാംസം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ദ ലോ അലൗസ് ഇറ്റ് ആൻഡ് ദ കോർട്ട് അവാർഡ്സ് ഇറ്റ്. നിയമം അത് അനുവദിക്കുകയും കോടതി നിങ്ങൾക്ക് അത് തരികയും ചെയ്യും. ആൻഡ് യു മേ കട്ട് ദിസ് ഫ്ലഷ് ഫ്രം ഓഫ് ഹിസ് ചെസ്റ്റ്. അതുകൊണ്ട് തന്നെ ആന്റോണിയോയുടെ നെഞ്ചിൽ നിന്ന് നിങ്ങൾക്കത് മുറിച്ചെടുക്കുകയും ചെയ്യാം. ബട്ട് ദിസ് ബോണ്ട് ഹിയർ ഗീവ്സ് യു നോ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. പക്ഷേ ഈ കരാർ പ്രകാരം ഒരു തുള്ളി രക്തം പോലും നിങ്ങൾക്കുള്ളതല്ല. ദ വേർഡ്സ് ക്ലിയർലി ആർ എ പൗണ്ട് ഓഫ് ഫ്ലഷ്. 1 പൗണ്ട് ഫ്ലഷ് എന്ന് അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇഫ് ഇൻ കട്ടിംഗ് ഓഫ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ് യു ഷെഡ് 1 ഡ്രോപ്പ് ഓഫ് ആന്റോണിയോസ് ബ്ലഡ്, your lands and goods are by the law to be confiscated to the state of Venice. ഫ്ലഷ് മുറിച്ചെടുക്കുമ്പോൾ ആന്റോണിയോയുടെ 1 തുള്ളി പോലും രക്തം ചെരിഞ്ഞാൽ നിങ്ങളുടെ വസ്തുവകകളെല്ലാം വെനീസ് രാജ്യത്തിലേക്ക് കണ്ടുകെട്ടുന്നതായിരിക്കും. ഹിയറിംഗ് ദിസ് ഷൈലക് വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇത് കേട്ടപ്പോൾ ഷൈലക് ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇറ്റ് വാസ് utterly impossible for Shylock to cut off the pound of flesh without shedding some of Antonio's blood. ആന്റോണിയോയുടെ രക്തം ചൊരിയാതെ ഷൈലക്കിന് ഫ്ലഷ് മുറിച്ചു മാറ്റുന്നത് തീർത്തും അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ദിസ് വൈസ് ഡിസ്കവറി ഓഫ് ബെൽത്തസർ സേവ്ഡ് ദ ലൈഫ് ഓഫ് ആന്റോണിയോ. ബെൽത്തസറിന്റെ ബുദ്ധിപരമായിട്ടുള്ള ഈ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഈ ഒരു വാദം ആന്റോണിയോയുടെ ജീവൻ രക്ഷിച്ചു. ഓൾ അഡ്മയർഡ് ദ വണ്ടർഫുൾ സെഗാസിറ്റി ഓഫ് ദ യങ് കൗൺസിലർ. യങ് കൗൺസിലറിന്റെ അതിശയകരമായ ബുദ്ധിവിശേഷത്തെ എല്ലാവരും ആദരിച്ചു. ഫൈൻഡിങ് ഹിംസെൽഫ് ഡിഫീറ്റഡ് ഇൻ ഹിസ് ക്രൂവൽ ഇന്റന്റ്, Shylock said with a disappointed look that he was ready to take the money. എന്നാൽ തന്റെ ക്രൂരമായ ഉദ്ദേശം സാധിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഷൈലക് വളരെ ഡിസപ്പോയിന്റഡ് ആയ അല്ലെങ്കിൽ വളരെ നിരാശനായ മുഖഭാവത്തോടെ താൻ പണം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. Rejoiced beyond measure at Antonio's unexpected deliverance, Bassanio cried out, "Here is the money!" ആന്റോണിയോയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മോചനത്തിൽ അത്യാഹ്ലാദഭരിതമായ ബസാനിയോ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ പണം. But Portia stopped him, saying, "Slowly, there is no haste. The moneylender shall have nothing but the penalty. Therefore, prepare Shylock, cut off the flesh, but mind you, shed not drop of blood. If you make a mistake, you are condemned by the laws of Venice to die, and all your wealth is forfeited to the state." എന്നാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോഷ്യ അയാളെ തടഞ്ഞു. വരട്ടെ, ഒരു തിടുക്കവും വേണ്ട. പണം കടം കൊടുത്തയാൾക്ക് ശിക്ഷ നടപ്പാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഷൈലക് മാംസം മുറിച്ചെടുക്കാൻ ഒരുങ്ങിക്കൊള്ളൂ. പക്ഷേ ഒരു കാര്യം, 1 തുള്ളി രക്തം പോലും പൊടിയരുത്. നിങ്ങൾക്ക് മരണശിക്ഷ അനുഭവിക്കേണ്ടി വരികയും നിങ്ങളുടെ സമ്പത്ത് കണ്ടുകെട്ടുകയും ചെയ്യും. "Give me my money and let me go," said Shylock. എന്റെ പണം തന്ന് എന്നെ പോകാൻ അനുവദിക്കണം, ഷൈലക് പറഞ്ഞു. "I have it ready here," said Bassanio. അത് എന്റെ കയ്യിൽ റെഡിയാണ്, ബസാനിയോ പറഞ്ഞു. Shylock was going to take the money. ഷൈലക് പണമെടുക്കാൻ തുടങ്ങുകയായിരുന്നു. Portia again stopped him, saying, "Wait, I have yet another hold upon you. By the laws of Venice, your wealth is forfeited to the state for having conspired against the life of one of its citizens, and your life lies at the mercy of the Duke. Therefore, down on your knees and ask him to pardon you." എന്നാൽ പോഷ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും അയാളെ തടഞ്ഞു. വരട്ടെ, നിങ്ങൾക്കെതിരായി ഒരു കാര്യം കൂടിയുണ്ട്. വെനീസിലെ നിയമം അനുസരിച്ച് ഇവിടുത്തെ ഒരു പൗരനെതിരായി ഗൂഢാലോചന നടത്തിയതിന് നിങ്ങളുടെ സമ്പത്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിരിക്കുകയാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതവും ഡ്യൂക്കിന്റെ കരുണയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മുട്ടുകുത്തി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം. The Duke then said to Shylock, "You may see the difference of our belief in God. I pardon you your life before you ask it. Half of your wealth belongs to Antonio, the other half comes to the state." ഡ്യൂക്ക് ഷൈലക്കിനോട് പറഞ്ഞു, ദൈവവിശ്വാസത്തിൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. നിങ്ങളുടെ സ്വത്തിൽ പകുതി ആന്റോണിയോയ്ക്കും പകുതി രാജ്യത്തിനുമുള്ളതാണ്.
ഡ്യൂക്ക് now released Antonio and dismissed the court. ഡ്യൂക്ക് ആന്റോണിയോയെ കുറ്റവിമുക്തനാക്കുകയും കോടതി പിരിച്ചുവിടുകയും ചെയ്തു. He then highly praised the wisdom and ingenuity of the young counselor and invited him home to dinner. അദ്ദേഹം ആ യങ് കൗൺസിലറിന്റെ ജ്ഞാനത്തെയും ചാതുര്യത്തെയും വാനോളം പുകഴ്ത്തുകയും അയാളെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. But Portia, who meant to return to Belmont before her husband, refused the invitation politely. എന്നാൽ പോഷ്യ തന്റെ ഭർത്താവിനേക്കാൾ മുമ്പ് ബെൽമോണ്ടിൽ എത്തണമെന്ന് വിചാരിച്ചിരുന്നതിനാൽ ക്ഷണം വിനയപൂർവ്വം നിരസിച്ചിട്ടുണ്ടായിരുന്നു. When the Duke left the court, Bassanio said to Balthasar, "Most worthy gentleman, I and my friend Antonio have been acquitted of grievous penalties by your wisdom, and I beg you to accept the 3,000 ducats due to Shylock." ഡ്യൂക്ക് കോടതിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ബസാനിയോ ബെൽത്തസറിനോട് പറഞ്ഞു, "ജെന്റിൽമാൻ, നിങ്ങളുടെ അറിവ് കൊണ്ട് ഞാനും എൻ്റെ സുഹൃത്ത് ആന്റോണിയോയും അതിദാരുണമായ ശിക്ഷയിൽ നിന്നും വിമുക്തരായി. ഷൈലക്കിന് കൊടുക്കാനുണ്ടായിരുന്ന 3,000 ducats നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു." ബട്ട് പോഷ്യ വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ മണി. എന്നാൽ പണം സ്വീകരിക്കാൻ പോഷ്യ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ബസാനിയോ എഗെയിൻ പ്രസ്ഡ് ബെൽത്തസർ ടു ആക്സെപ്റ്റ് സം റിവാർഡ്. എന്തെങ്കിലും പാരിതോഷികം സ്വീകരിക്കാൻ ബസാനിയോ വീണ്ടും നിർബന്ധിച്ചു. ഇറ്റ് കെയിം ഇൻ ടു പോഷ്യാസ് മൈൻഡ് ടു പ്ലേ എ ട്രിക്ക് അപ്പോൺ ഹെർ ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മേൽ ഒരു സൂത്രം പ്രയോഗിക്കാൻ പോഷ്യയുടെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. ഷീ സെഡ്, "ഗിവ് മീ യുവർ റിംഗ്, ഐ വിൽ വെയർ ഇറ്റ് ഫോർ യുവർ സേക്ക്." അപ്പോൾ അവൾ പറഞ്ഞു, "എനിക്ക് നിങ്ങളുടെ മോതിരം തന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ധരിച്ചുകൊള്ളാം." Bassanio was distressed when the counselor asked him the only thing that he could not part with. എന്നാൽ തനിക്ക് വേർപിരിയാൻ പറ്റാത്ത ഏക വസ്തു ആ കൗൺസിലർ ചോദിച്ചപ്പോൾ ബസാനിയോ ആകെ ധർമ്മസങ്കടത്തിലായി. He replied that he could not give him the ring because it was his wife's gift. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അത് തനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല, കാരണം അത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഗിഫ്റ്റാണ്. He had promised her never to part with it. അത് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് അദ്ദേഹം അവളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. At this, Portia pretended to be offended and left the court. ഇതിൽ ഇഷ്ടക്കേട് ഭാവിച്ച് പോഷ്യ കോർട്ടിൽ നിന്നും പോയി. "Dear Bassanio," said Antonio. പ്രിയപ്പെട്ട ബസാനിയോ, ആന്റോണിയോ പറഞ്ഞു, "Let him have the ring. Let my love and the great service he had done for me be valued against your wife's displeasure." ആ മോതിരം അദ്ദേഹത്തിന് കൊടുത്തേക്കൂ. എൻ്റെ സ്നേഹവും അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്ത മഹത്തായ സേവനവും വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ നീരസം വളരെ തുച്ഛമായിട്ടുള്ള കാര്യമാണ്. Ashamed to seem ungrateful, Bassanio yielded and sent the ring to Balthasar. നന്ദിയില്ലാത്തവനെന്ന് തോന്നി ലജ്ജ പൂണ്ട് ബസാനിയോ ആന്റോണിയോ പറഞ്ഞതിന് വഴങ്ങി മോതിരം ബെൽത്തസറിന് കൊടുത്തുവിട്ടു. പോഷ്യ റിട്ടേൺ ഹോം ഹാപ്പിലി ഹാവിംഗ് പെർഫോം എ ഗുഡ് ആക്ഷൻ. ഒരു നല്ല പ്രവൃത്തി ചെയ്തതിനു ശേഷം പോഷ്യ വളരെ സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തി. അറ്റ് ബെൽമോണ്ട് ഷീ വെയിറ്റഡ് ഫോർ ഹർ ഹസ്ബൻഡ്. അവൾ ബെൽമോണ്ടിൽ തൻ്റെ ഹസ്ബൻഡിനായി കാത്തിരുന്നു. വെൻ ബസാനിയോ അറൈവ്ഡ് accompanied by Antonio, her eyes immediately fell upon his empty fingers and asked him about his wedding ring. ബസാനിയോ ആന്റോണിയോടൊപ്പം എത്തിയപ്പോൾ പോഷ്യയുടെ കണ്ണുകൾ പെട്ടെന്ന് അയാളുടെ ഒഴിഞ്ഞ വിരലുകളിൽ പതിയുകയും അവൾ അവളുടെ വെഡ്ഡിംഗ് റിങ്ങിനെ പറ്റി അയാളോട് ചോദിക്കുകയും ചെയ്തു. "I gave it to the lawyer who saved Antonio's life," Bassanio said. Hearing this, Portia looked very angry and reproached Bassanio. ഇത് കേട്ട പോഷ്യ കോപം നടിച്ച് ബസാനിയോയെ ശകാരിച്ചു. She said, "No, you lie. You gave it to some other woman." അവൾ പറഞ്ഞു, "ഇല്ല, നിങ്ങൾ കള്ളം പറയുകയാണ്. നിങ്ങൾ അത് മറ്റൊരു സ്ത്രീക്ക് കൊടുത്തു." He said with great earnestness, "No, no woman had it. The young lawyer who refused 3,000 ducats of me begged for the ring. What could I do, sweet Portia?" വളരെ സിൻസിയറായിട്ട് അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥതയോടു കൂടി അദ്ദേഹം പറഞ്ഞു, "ഇല്ല, ഒരു സ്ത്രീക്കും കൊടുത്തിട്ടില്ല. 3,000 ducats നിരസിച്ച ആ യങ് ലോയർ മോതിരത്തിന് വേണ്ടി എന്നോട് അപേക്ഷിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിയ പോഷ്യയെ?" Hearing the quarrel between the couple, Antonio said, "I am the unhappy cause of these quarrels." എന്നാൽ കപ്പിൾ തമ്മിലുള്ള ഈ കലഹം കേട്ട് ആന്റോണിയോ പറഞ്ഞു, "ഓ, ഈ കലഹങ്ങളുടെ നിർഭാഗ്യ കാരണം ഞാനാണ്." പോഷ്യ കൺസോൾഡ് ആന്റോണിയോ നോട്ട് ടു ഗ്രീവ്. എന്നാൽ പോഷ്യ ആന്റോണിയോയെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. Then Antonio said, "I once did lend my body for Bassanio's sake, but for him to whom your husband gave the ring, I should have now been dead. I swear your Lord will never more break his word with you." അപ്പോൾ ആന്റോണിയോ പറഞ്ഞു, "ഒരിക്കൽ ഞാൻ എൻ്റെ ശരീരം ബസാനിയോയ്ക്ക് വേണ്ടി കടം കൊടുത്തു. ആർക്കാണോ നിങ്ങളുടെ ഭർത്താവ് മോതിരം കൊടുത്തത് അയാൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ മരിക്കണമായിരുന്നു. നിങ്ങളുടെ ഭർത്താവ് ഇനി ഒരിക്കലും നിങ്ങളോടുള്ള വാക്ക് തെറ്റിക്കില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു." "Then you shall be his surety," said Portia to Antonio.
അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ ഉറപ്പുണ്ടാകണം, പോർഷ്യ ആന്റോണിയോട് പറഞ്ഞു. ഗീവ് ഹിം ദിസ് റിംഗ് ആൻഡ് ബിഡ് ഹിം കീപ് ഇറ്റ് ബെറ്റർ ദാൻ ദ അതർ. സോ സേയിങ് ഷീ ഗേവ് എ റിംഗ് ടു ഹിം. ഇതാ ഈ മോതിരം അയാൾക്ക് കൊടുക്കൂ, എന്നിട്ട് മറ്റേതിനേക്കാൾ ഭംഗിയായി ഇത് സൂക്ഷിക്കാൻ അയാളോട് പറയൂ. ഇങ്ങനെ പറഞ്ഞ് അവൾ ഒരു മോതിരം അയാളുടെ കയ്യിൽ കൊടുത്തു. When Bassanio looked at the ring, he was strangely surprised to find it was the same he had given away. എന്നാൽ ബസാനിയോ ആ റിംഗ് നോക്കിയപ്പോൾ താൻ മുൻപ് ആ ലോയർക്ക് കൊടുത്ത അതേ റിംഗ് ആണല്ലോ എന്ന് കണ്ട് അദ്ദേഹം വളരെയധികം സർപ്രൈസ്ഡ് ആയി. Then Portia told him how she had been the young counselor and Nerissa her clerk. അങ്ങനെ താൻ എങ്ങനെയാണ് യങ് കൗൺസിലർ ആയതെന്നും നെറീസ തൻ്റെ ക്ലർക്ക് ആയതെന്നും പോർഷ്യ അപ്പോൾ അയാളോട് പറഞ്ഞു. Portia then gave him a letter which contained the happy message of Antonio's ship supposed to be lost safely arriving in the harbor. ആന്റോണിയോയുടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടുണ്ടായിരുന്ന കപ്പലുകൾ വളരെ സേഫായിട്ട് തുറമുഖത്തേക്ക് വന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ഹാപ്പി മെസ്സേജ് എഴുതിയ കത്ത് അപ്പോൾ അയാളുടെ കയ്യിൽ അവൾ കൊടുത്തു. So, the tragical beginnings of this rich merchant story were all forgotten in this unexpected good fortune which followed. എന്നാൽ പിന്തുടർന്നു വന്ന ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യത്തിൽ ധനികനായ ആ വ്യാപാരിയുടെ ആദ്യകാല ദുരന്തങ്ങളെല്ലാം വിസ്മരിക്കപ്പെട്ടു. There was a leisure to laugh at the comical adventure of the ring and also at the husband who did not know his own wife. ആ റിങ്ങിനെ കുറിച്ചുള്ള ഹാസ്യസാഹസിക സംഭവത്തെയും ഭർത്താവിന് ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാത്തതിനെയും പറ്റി പറഞ്ഞു ചിരിക്കാൻ ഇപ്പോൾ സമയമായി. ഓക്കെ, ഹിയർ എൻഡ്സ് ദ സ്റ്റോറി. ഇവിടെ നമ്മുടെ സ്റ്റോറി അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നറിയാം. കാരണം വളരെ നന്നായിട്ട് തന്നെയാണ് നമ്മുടെ ഷേക്സ്പിയർ ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത് രണ്ട് ഗുഡ് ഫ്രണ്ട്സിൻ്റെ സ്റ്റോറിയാണ് അല്ലേ. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് തൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ്, ആ ആന്റോണിയോയുടെ മനസ്സിനെ നമുക്ക് ഒരിക്കലും കാണാണ്ടിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആന്റോണിയോയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ സ്വന്തം ഫ്രണ്ടിന് വേണ്ടിയിട്ട് ബസാനിയോയും ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നമ്മുടെ പോർഷ്യ അവരെ ഹെൽപ്പ് ചെയ്യാനും വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് അല്ലേ. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ എത്രത്തോളം വലിയ ആളുകളായി കഴിഞ്ഞാലും നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരെ നിരാശയോടുകൂടി പറഞ്ഞയക്കരുത്. അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധം, നമ്മളെക്കൊണ്ടാവും വിധം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും അവരെ നമ്മൾ നിരാശരാക്കരുത്. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് മിസ്സിൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരുപാട് കുട്ടികൾ വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. മിസ്സിനറിയാം നിങ്ങൾ ആർക്കും അത് അറിയാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാത്തത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ കിഡ്സ്. ബൈ.